മറ്റുള്ളവരെ എങ്ങനെ ദ്രോഹിക്കാന്ന് ചിന്തിച്ചോണ്ട അമ്മ ജീവിക്കുന്നത് തന്നെ. ദേ വേണ്ട സോനെ, കൂടുതൽ നിന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ. അമ്മേനെ എന്ത് ചെയ്യും? ഞാനും അമ്മയുടെ മകളല്ലെന്ന് പറയോ? അങ്ങനെ പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. മക്കളോട് സ്നേഹമില്ലാത്ത ഇങ്ങനെ ഒരാളുടെ മകളാണെന്ന് പറയുന്നതിനേക്കാളും നല്ലത് അമ്മ ഇല്ലാത്ത തന്നെയാ. അതോടി എനിക്ക് ആരോട് സ്നേഹമില്ല. നീ കൊണ്ട് കേസ് കൊടുക്കടി. അതെ, ഒന്ന് നിർത്ത് സുശീലേ. നീ കാണിക്കുന്ന അഹങ്കാരമൊന്നും എന്നും ഉണ്ടാവില്ല കേട്ടോ. വർഷങ്ങളൊക്കെ മുന്നോട്ടാ പോകുന്നേ. പ്രായമാവുമ്പോ മക്കളുടെ ആശ്രയമൊക്കെ വേണ്ടി വരും. ഓ പിന്നെ ഇതുപോലത്തെ മക്കളെ ആശ്രയിച്ച് ജീവിക്കുന്നതിനേക്കാളും ഭേദം ചാകുന്നതാ. ഓ വല്ലാത്ത തലവേദന തന്നെ. കുഞ്ഞുമ്മയ്ക്ക് ആ മാഷിനോട് എനിക്കൊന്നും അറിയില്ലെന്ന് പറയായിരുന്നില്ലേ? നീ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ കരുതി എല്ലാം എല്ലാരെയും അറിയിക്കാൻ വേണ്ടി നീ പറഞ്ഞതായിരിക്കുമെന്നാ. ഓ ആ, ഒരു കണക്കിന് നന്നായി. വർഷം കുറേയായി ഞാൻ ഇതെല്ലാം മനസ്സിൽ വെച്ച് ജീവിക്കുന്നു. ഇതോടെയെല്ലാം കഴിഞ്ഞല്ലോ. ശരിയാ, അമ്മയ്ക്ക് സമാധാനമായി കാണും. പക്ഷെ ബാക്കിയുള്ളവരുടെ സമാധാനം പോയി. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാനൊന്നും ഇനി സുശീലയെ കിട്ടൂല. ആരോരും ഇല്ലാതെ വഴിതെറ്റി പോകേണ്ടിരുന്ന ഇന്ദ്രനെ വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിച്ചത് ഞാനാ. അതിന് അവൻ എന്നോട് നന്ദി പറയാ വേണ്ടത്, അല്ലേ? ജന്മം നൽകിയ മക്കളെ വളർത്തേണ്ടതേ ഒരമ്മയുടെ കടമയാണെന്ന് പറയാ. പക്ഷേ ആ കടമകളൊന്നും എനിക്ക് ഇന്ദ്രന്റെ കാര്യത്തിലില്ലായിരുന്നു. എന്നിട്ട് ഞാനത് ചെയ്തു. അതിനും നിനക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ പ്രസവിച്ച മക്കൾ നൽകിയതിനും കൂടുതൽ സ്നേഹം ഇന്ദ്രൻ ഇപ്പോഴും നിനക്ക് തരുന്നുണ്ടല്ലോ. അതൊന്നും അമ്മ കാണൂല. അമ്മയുടെ കണ്ണിൽ ഞങ്ങൾ മക്കളെല്ലാവരും അമ്മയുടെ അടിമകളാ. അമ്മയുടെ ഇഷ്ടത്തിന് മാത്രം പ്രവർത്തിച്ച് അമ്മ കൊടുക്കുന്ന കീക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന പാവകള്. ഇവളും മതിയടി. കുറെ ദിവസമായാലും ഇതൊക്കെ തന്നെ പറയുന്നു. കേട്ട് എനിക്ക് ഭ്രാന്തായി തുടങ്ങി. സുശീലേ, ഞാൻ മാഷിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത് സത്യങ്ങൾ ഇനിയെങ്കിലും എല്ലാവരും അറിയട്ടെ എന്ന് കരുതിയാ. ഇത്രയും വർഷം മറച്ചു വെച്ചു. ഇനി എനിക്കതിന്റെ ആവശ്യമില്ലെന്ന് തോന്നി. കാര്യങ്ങളെല്ലാം അറിയുമ്പോ ഒരു പുണ്യപ്രവൃത്തി ചെയ്തതിന് എന്നെ അഭിനന്ദിക്കുന്നതിന് പകരം കുറ്റപ്പെടുത്തുക എല്ലാവരും കൂടി ചേർന്ന്. ആരെന്തു പറഞ്ഞാലും എനിക്കൊന്നുമില്ല. അതെ, അമ്മയ്ക്കൊന്നുമില്ല. അതമ്മയുടെ പ്രശ്നം. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. സുശീലേ, ഇനിയിപ്പോ വഴക്കും പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്തിനാ? കാര്യങ്ങളെല്ലാവരും അറിഞ്ഞു. സാവകാശം എല്ലാം എല്ലാവരും അംഗീകരിക്കുന്നു. പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകും. അതല്ലേ ജീവിതം.